സദസ്സിന് വന്ദനം. ഭാരതമെന്നു പേരു കേട്ടാൽ അഭിമാനപൂരിതമാണന്തരംഗം. കേരളമെന്ന പേരു കേട്ടാൽ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ. ഏതു മലയാളിയുടെയും മനസ്സിൽ കെടാവിളക്ക് പോലെ തെളിയുന്ന വരികളാണിത്. ഭാരതത്തിന്റെ സംസ്കാര മഹിമയും ദേശബോധവും ഉയർത്തിപ്പിടിച്ച വള്ളത്തോൾ നാരായണ മേനോന്റെ വരികൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ തുടങ്ങട്ടെ. ഇന്നും ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായി ഇന്ത്യ തുടർന്നുവെങ്കിൽ അതിന്റെ ചാലകശക്തിയായ രാജ്യസ്നേഹത്തെക്കുറിച്ചും ദേശസ്നേഹത്തെക്കുറിച്ചുമാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഒരു രാജ്യസ്നേഹിയുടെ ഏറ്റവും പ്രാഥമിക കടമ എന്താണ്? മഹാത്മാജി തന്നെ പറയുന്നു, നമ്മുടെ രാജ്യത്തിൽ നിസ്സാരനായ ഒരുവന്റെ കണ്ണിൽ നിന്നും ഉതിരുന്ന കണ്ണുനീർ അത് തുടയ്ക്കുക എന്നതായിരിക്കണം ഒരു ദേശസ്നേഹിയുടെ പ്രാഥമിക കടമ. അതെ, രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ അവരുടെ പ്രശ്നങ്ങൾ, സങ്കടങ്ങൾ, ആഗ്രഹങ്ങൾ, പ്രതീക്ഷകൾ ഇവയെല്ലാം നമ്മുടേതു കൂടി ആകുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് രാജ്യസ്നേഹം. അതിർത്തി കാക്കുന്ന പട്ടാളക്കാർ, അന്നം വിതയ്ക്കുന്ന കർഷകർ, അക്ഷരം പകരുന്ന അധ്യാപകർ, പൊതുയിടം വൃത്തിയാക്കുന്ന തൊഴിലാളികൾ ഇവരെല്ലാം ചെയ്യുന്നത് രാജ്യസേവനമാണെന്ന് നാം ഓർക്കണം. സ്വാതന്ത്ര്യ ദിനവും റിപ്പബ്ലിക് ദിനവും പോലുള്ള ദിനങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല രാജ്യസ്നേഹം എന്ന വലിയ തിരിച്ചറിവും ഉണ്ടാകണം. അതുപോലെ തന്നെ രാജ്യസ്നേഹത്തിന്റെ പേരിൽ വർഗീയത കടന്നു വരുന്നതും കാണാതിരുന്നുകൂടാ. നാനാത്വത്തിൽ ഏകത്വമാണ് നമ്മുടെ ഏറ്റവും വലിയ സവിശേഷത. എന്നാൽ ഇന്ന് ജാതിയുടെയും മതത്തിന്റെയും രാഷ്ട്രത്തിന്റെയും പേരിൽ മനുഷ്യർ പരസ്പരം ഇല്ലാതാകുകയാണ്. കൊലപാതകങ്ങളും സ്ത്രീധനം മരണങ്ങളും തുടർക്കഥയാകുമ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിരുന്നെന്ന് തന്നെ നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്നിരുന്നാലും പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ഉരുളുപൊട്ടലിൽ ഒരു ഗ്രാമം മുഴുവൻ ഒലിച്ചു പോയപ്പോൾ ജനങ്ങളും സന്നദ്ധ പ്രവർത്തകരും കയ്യും മെയ്യും മറന്ന് രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. ശിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായ യുവാവിന് വേണ്ടി ഒരു നാട് ഒന്നാകെ ഒരുമിച്ചു. ഇന്ത്യ 75ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോൾ നമുക്ക് അഭിമാനിക്കാം, സന്തോഷിക്കാം. ഇന്ത്യ എന്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണ് എന്ന വാക്യം ഹൃദയത്തിലേക്ക് പറയാൻ നമുക്ക് സാധിക്കണം. കവി പറയുന്നത് പോലെ ആണ്ടേക്കൊരിക്കലൊരാഗസ്റ്റു 15 നുണയേണ്ട മധുരമോ ഭാരതം അല്ല, അത് നമ്മുടെ രക്തവും വികാരവുമാണ്. അഴിമതിയും ഭിന്നതകളും കലഹങ്ങളും ഇല്ലാത്ത ഇന്ത്യയാണ് എന്റെ സ്വപ്നം, നമ്മുടെ സ്വപ്നം. ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.